Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marion Hospital, Pala. ഈ ഇടയ്ക്ക് കുറച്ച് ആളുകൾ വന്ന് ഒരു ഗ്രൂപ്പായിട്ട് വന്നവരുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ക്ലയൻസിൻ്റെ കൂടെ തന്നെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ക്യൂരിയസ് ആയിട്ട് ചോദിച്ചൊരു കാര്യമായിരുന്നു, ഡോക്ടറെ എനിക്ക് മുഖത്ത് ചുളിവ് വരുന്നുണ്ട്, എന്നാൽ അധികം പ്രായമൊന്നും ആയിട്ടില്ല, പക്ഷേ ഇങ്ങനെ ചുളിവ് വരുന്നുണ്ട്, അതിനെന്താ ചെയ്യേണ്ടത്? ഞാൻ എന്നോട് പല ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പീലിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബോട്ടോക്സ് ഇൻജക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേസർ മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലതരം പ്രൊസീജിയേഴ്സ് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് എന്നുള്ളത് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ പല ആളുകളിപ്പം UK നിന്നായാലും UAE നിന്നായാലും ബിസിനസ് ആൾക്കാരും അങ്ങനെയൊക്കെ വരുമ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്. ഈ പറയുന്നത് പെട്ടെന്ന് ഇത് ക്ലിയർ ആകാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഒരു റൂട്ട് കോസ് നമ്മളെപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു കാര്യമാണ്, എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ്, എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്? ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ലിവറിലാണ്. അതായത് ലിവർ എന്തുകൊണ്ടാണ് പ്രായമുള്ള ആളുകളുടെ സ്കിന്നിന് ചുളിവുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ ലിവറിനകത്തുനിന്ന് ഈ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊഡക്ഷൻ കുറയും. ഈ ഗ്ലൂട്ടത്തയോണാണ് പല കാര്യങ്ങളെയും നമ്മൾ ഈ ഏജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് ഈ ഗ്ലൂട്ടത്തയോനാണ്. ആർക്കാണ് ഈ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അവർക്ക് ഗ്ലൂട്ടത്തയോൻ്റെ പ്രൊഡക്ഷൻ കുറയും. അത് ചിലപ്പോൾ ലിവർ ഡിസീസായിട്ട് വരാം, അതേപോലെ ഹെപ്പറ്റൈറ്റിസ് രീതികളിൽ വരാം, അതേപോലെ തന്നെ ഫാറ്റ് ലിവർ കണ്ടീഷനിൽ വരാം, സീറോസിസ് കണ്ടീഷനിൽ വരാം, പലതരം ലിവർ, അതായത് മലേറിയ, ടൈഫോയിഡ്, ജോണ്ടിസ് ഒക്കെ വന്ന ആളുകളിൽ ലിവറിന് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഗ്ലൂട്ടത്തയോൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അതിൻ്റെ പല ആക്ഷൻസും കുറയുകയും ചെയ്യും. അതിനകത്ത് ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഏജിങ് പ്രോസസ്സാണ്. ഏജിങ് പ്രോസസ്സിനെ തടുത്ത് നിർത്തി സ്ലോ ആക്കി നോർമലായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചില ആളുകളെ കാണുമ്പോൾ, അവരെ കാണുമ്പോൾ ഒരു 30-35 വയസ്സ് കാണുമെങ്കിലും അവർക്കൊരു 45-50 വയസ്സ് തോന്നുന്ന രീതിയിലായിരിക്കും ശരീരപ്രകൃതം. ഈ കൂടുതലായിട്ട് ലിവർ റിലേറ്റഡ് പ്രശ്നമുള്ള ആൾക്കാരെന്ന് വെച്ചാൽ അമിതമായിട്ട് കഴിക്കുന്ന അരിയാഹാരവും മധുര സാധനങ്ങളും ബേക്കറി സാധനങ്ങളും അമിതമായിട്ട് കഴിക്കുന്ന ആളുകളിൽ വളരെ കോമൺ ആയിട്ട് ഏജിങ് പ്രോസസ്സ് നടക്കുന്നതാണ്. അവരുടെ സ്കിന്ന് ചുളിവുണ്ടാകും. അപ്പോൾ ഞാനീ പറഞ്ഞ UAE എന്നൊക്കെ, ദുബായ്, ഷാർജ, അബുദാബി, ജബലലി ആ ഏരിയകളും, അതേപോലെ സൗദി, കുവൈറ്റ്, ഒമാൻ ആ ഒരു ഏരിയകളിൽ നിന്നൊക്കെ വരുന്ന ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ അവരെ കാണുമ്പോൾ കുറച്ചുകൂടെ, കാരണം അവരുടെ ശരീരപ്രകൃതത്തിൽ തന്നെ വയറൊക്കെ ചാടി കുറച്ച് വണ്ണമൊക്കെ വെച്ചിട്ട് പലപ്പോഴും ഇവിടുത്തെ കറുത്ത പാടുകളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ കാണുന്നതായിരിക്കും. അപ്പോഴേ നമ്മൾ പറയും ലിവറാണ് കാര്യം. അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ കോമൺ ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് ഏജിങ് ആണ്. അപ്പം എനിക്ക് അത്രയും പ്രായമായിട്ടില്ല, എനിക്ക് ചിലർ പറഞ്ഞാൽ എനിക്ക് 60 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷേ എന്നെ കാണുമ്പോൾ ഒരു 80 വയസ്സിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പം ലിവറാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ രീതിയിലാണ് നാച്ചുറലായിട്ട് നമുക്ക് ഗ്ലൂട്ടത്തയോൺ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന ചീര ഐറ്റമുകളിൽ, അവക്കാഡോ, അതേപോലെ ഡയറി പ്രൊഡക്ട്സ്, നമ്മുടെ തൈര്, വെണ്ണ, നെയ്യ്, പനീർ, അങ്ങനത്തെ ഭക്ഷണങ്ങളിൽ, ഇറച്ചി, മീൻ, മുട്ട, അങ്ങനത്തെ നോൺ വെജ് ഐറ്റംസുകളിൽ, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഗ്ലൂട്ടത്തയോൻ്റെ കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ലിവർ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് അതിനൊന്ന് സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്റ്റേണലായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ പല സാഹചര്യങ്ങളിലും നമ്മൾ ചിലപ്പോൾ ഹൈ ഡോസിൽ ആവശ്യം വരേണ്ടി വരും. അന്നേരം നമ്മൾ അതിനെന്ന് വെച്ചാൽ ഗ്ലൂട്ടത്തയോൻ്റെ IV ഇഞ്ചക്ഷൻസ് ഫോക്കസ് ചെയ്യേണ്ടി വരും. കാരണം പലപ്പോഴും നമ്മളതിനെ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഗ്ലൂട്ടത്തയോൺ ഹൈ ഡോസ് IV ആണ് ആവശ്യമുള്ളത്, നോർമലായിട്ട് എടുക്കുക. കാരണം നമ്മൾ ഈ ലൈപ്പോസോമൽ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്ന ക്യാപ്സുൽ ഗുളിക കഴിക്കുന്ന ടാബ്ലറ്റ് കഴിക്കുന്നതിനകത്ത് അബ്സോർപ്ഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ ഈ ഇൻട്രാമസ്കുലറായിട്ടോ അല്ലെങ്കിൽ ഇൻട്രവീനസ് ആയിട്ട് എടുക്കുന്ന അളവുകളിൽ നിന്ന് വളരെ കുറവായിരിക്കും നമ്മൾ ഓറലി എടുക്കുമ്പോൾ. സബ്ലിംഗ്വലായിട്ട് നാക്കിൻ്റെ അടിയിൽ വെച്ച് കഴിക്കുന്ന ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെ പലതരം ഓപ്ഷൻസ് ഗ്ലൂട്ടത്തയോണുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മളൊരു ഗുളികയായിട്ടും കാര്യങ്ങളായിട്ട് പോകുന്നതിനെക്കാട്ടിലും നാച്ചുറലായിട്ട് ആ ലിവറിൻ്റെ ഫാറ്റ് ലിവർ കുറച്ച് ആൽക്കഹോൾ കൺസപ്ഷനാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്നത്. ഈ ആൽക്കഹോൾ കൺസപ്ഷന് ചില ആൾക്കാരുണ്ട്, ഈ കൂടുതൽ മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർ കാണുമ്പോഴേ അറിയാം അവർ ഭയങ്കരമായിട്ട് അവർക്ക് പ്രായം തോന്നുന്ന രീതിയിലേക്ക് വരും. അവരുടെ പ്രായം അത്ര ഇല്ലെങ്കിലും പക്ഷേ അവരുടെ ശരീരപ്രകൃതവും സ്കിന്നിൻ്റെ കണ്ടീഷനും ചുളിവുകളൊക്കെ അതിന് ഭയങ്കര പ്രായമാകുന്ന, മുടിയൊക്കെ കൊഴിഞ്ഞ് പ്രായമാകുന്ന രീതിയിലേക്ക് വരുന്നതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ലിവറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തെടുത്ത്, ഇപ്പം നമ്മളൊരു സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, നമുക്കിപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ അത് grade 2 ഫാറ്റി ലിവർ, grade 3 ഫാറ്റി ലിവർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ചിലപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നത് ലിവർ ഇലസ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. അത് ലിവറിൻ്റെ എത്രത്തോളം ഫൈബ്രോസിസ് ചുരുങ്ങുന്നുണ്ട് എന്നുള്ളത് അറിയാനുള്ളതാണ്. അതിൽ 3-4 സ്റ്റേജുകളുണ്ട്. 4ാമത്തെ സ്റ്റേജ് നമ്മൾ സീറോസിസ് എന്ന് പറയും. എന്നിട്ട് ആ സീറോസിസിനും കുറേ സ്റ്റേജുകൾ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം F1 ഒക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് റിക്കവറാക്കി എടുക്കാനുള്ള സ്റ്റേജാണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ റിക്കവറാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട്
ആ ഒരു മേഖലയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ പുറത്തുനിന്ന് കുറേ ക്രീം വാരിത്തൂ ഗ്ലൂട്ടത്തയോൻ്റെ ക്രീം വാരിത്തൂത്തത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുറത്തുനിന്നുള്ള കാര്യമല്ല, ഇൻറ്റേർണലായിട്ടുള്ള സ്കിന്നിൻ്റെ എന്ത് പ്രശ്നവും അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, ലിവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഓർഗൻസ് നന്നായിട്ട് ഫങ്ഷനിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. ഇല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാകും, കളർ പിഗ്മെൻറ്റേഷൻസ്, കളർ മാറ്റം വരും. ഇവിടെ കളർ മാറും, കറുത്തപ്പാട്, ഇവിടെ കറുത്തപ്പാട്, പല സ്ഥലങ്ങളിലായിട്ട് കറുത്തപ്പാടുകളുണ്ടാവും. കൈകളെല്ലാം ചുളിവ് അനുഭവപ്പെടും, ഡ്രൈ സ്കിന്നുകളുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും സ്കിൻ എന്ന് പറയുമ്പോൾ അതിൽ ചുളിവായിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, പാടുകളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ആദ്യം വരേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 3 ഓർഗൻസാണ്: കുടൽ, ലിവർ, തൈറോയ്ഡ്. ഇതിനകത്ത് ലിവറിനകത്തുള്ള ഗ്ലൂട്ടത്തയനും കുടലിനകത്ത് പ്രോബയോട്ടിക്സ് അളവ് കുറയുകയും അലർജി കണ്ടീഷൻ കൂടുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലതരം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് വരുന്ന തൈറോയ്ഡൈറ്റീസ്, ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷന് പാരമ്പര്യമായിട്ട് വരുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് സ്കിന്ന് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തോ അത് ഏൽക്കണമെന്നുണ്ടെങ്കിൽ ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആയേ പറ്റും. അതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണ്. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. നോൺ വെജ് ഐറ്റംസും ഡയറി പ്രോഡക്ട്സും പച്ചക്കറികളും നട്ട്സും ഇലക്കറികളും ഒക്കെയുള്ള ഭക്ഷണങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സസൈസ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതേപോലെ ഉറക്കം, പ്രോപ്പറായിട്ടുള്ള ഉറക്കം വേണം. മിനിമം ഒരു 6 തൊട്ട് 8 മണിക്കൂറെങ്കിലും ഉറക്കം വളരെ അത്യാവശ്യമായിട്ട് വേണം. ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന നമ്മളെ മെഡിസിൻസ് ആയിട്ടും സപ്ലിമെൻ്റ് ആയിട്ടും അതിനകത്ത് പ്രീബയോട്ടിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബയോട്ടിക് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഗ്ലൂട്ടത്തയോനോ ഒമേഗ 3 അങ്ങനത്തെ കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്ക്, സെലേനിയം കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ റിപ്പയറിങ് പണികൾക്ക് ഏറ്റവും ആവശ്യമാണ്. അല്ലാതെ ഗ്ലൂട്ടത്തയോൻ മാത്രം എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലിവറിനകത്തുനിന്ന് പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കത്തില്ല. ഇത് ആഴ്ചക്കാലം മുഴുവനും എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് വർക്കൗട്ടുള്ളൂ. എന്നാലും വലിയ റിസൾട്ടും കിട്ടത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് പ്രായമാകുന്നു എന്നൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രായമാകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മളെ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10 വയസ്സെങ്കിലും കുറവ് തോന്നിക്കണം. അതാണ് ആരോഗ്യമായിട്ടുള്ള ശരീരത്തിൻ്റെ ലക്ഷണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.